എല്ലാവർക്കും നമസ്കാരം. മൗനരാഗത്തിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട്. എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ. പ്രകാശനും രാജപ്പനും കൂടി ആ വാടക കൊലയാളിയെ കാത്തുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുക. അല്ലണ്ണ, കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ നടന്നില്ലെങ്കിൽ പിന്നെ ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പൊല്ലാപ്പം ഉണ്ടാകാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. എടാ, നീ വിഷമിക്കണ്ട. അവൻ എന്തായാലും ഇങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞല്ലോ. അവൻ വരട്ടെ. വന്നതിന് ശേഷം നമുക്ക് അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അങ്ങനെ അവർ കാത്തിരുന്ന മുത്തു അവിടെ എത്തുകയാണ്. മുത്തുവിനെ കണ്ട പാടെ തന്നെ പ്രകാശൻ, മുത്തു എന്തായി കാര്യങ്ങൾ? നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നിറവേറ്റിയെന്ന് ചോദിച്ചു. ആ, ഇന്ത സാറിന്റെ പൊണ്ടാട്ടിയെ ഞാൻ അന്തലോകത്തെ പറഞ്ഞയച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവൻ തമിഴിൽ കിടന്ന് വർത്തമാനം പറയുക. അപ്പൊ പ്രകാശനാണെങ്കിലോ, എടാ ഇവൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എടാ, രാജപ്പന് കാര്യം പിടികിട്ടി. രാജപ്പൻ പ്രകാശനോട് പറഞ്ഞു, അതെ, നിന്റെ ഭാര്യയെ കൊന്നുവെന്നാണ് ഇവൻ പറയുന്നത്. നിങ്ങളുടെ മുൻ ഭാര്യയാണല്ലോ ലക്ഷ്മി. ആ ലക്ഷ്മിയെ തീർത്തിട്ടാ ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് മുത്തു പറഞ്ഞു. എൻ്റെ പൊന്നു മുത്തു, നീ മുത്താണടാ മുത്ത് എന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ നമ്മുടെ മുത്തുവിന് ആ ഒരു പൈസ ബാലൻസ് കൊടുക്കാനുണ്ടല്ലോ, ഈ തുക കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവൻ എന്ത് കൊടുത്താലും അണ്ണ മതിയാവുന്നത്. ദേ, അണ്ണൻ ഒരു കാര്യം ചെയ്യും, 1,00,000 രൂപ അധികം എടുത്ത് ഇവന് കൊടുക്കണം. എടാ, രാജപ്പനോട് ഈ കാര്യം പറയുമ്പോൾ രാജപ്പൻ നമ്മുടെ പ്രകാശനോട് പറഞ്ഞു, അല്ലടാ, ഇതൊക്കെ ഏത് കണക്കിലാണ് എൻ്റെ അണ്ണ? ഞാൻ ഈ കാശൊക്കെ അണ്ണന് തിരിച്ചു തരും. ഇപ്പൊ ലക്ഷ്മി മരിച്ചു പോയല്ലോ. അപ്പോൾ വെള്ളിയാഴ്ച കോടതിയിൽ വന്ന് എനിക്കെതിരെ ആരും മൊഴി തരാനാ? അങ്ങനെയുള്ളപ്പോൾ അണ്ണൻ എന്തിനാ അണ്ണ പേടിക്കുന്നത്? ഇനി എന്തായാലും കാർത്തിക എന്ന് പറയുന്ന മഹാഭാഗ്യവും ആ ഭാഗ്യവും മഹാലക്ഷ്മി എന്ന് പറയുന്ന ആ മഹാവനിതയും കൂടി എൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ അണ്ണൻ്റെ ഈ പൈസയൊക്കെ ഞാൻ നിസ്സാരമായിട്ട് തന്നിരിക്കും. അണ്ണൻ പേടിക്കണ്ട അണ്ണ. ഇത് കേട്ടപ്പോൾ നമ്മുടെ രാജപ്പനൊരു സമാധാനമായി. രാജപ്പൻ നേരെ വണ്ടിയുടെ അകത്ത് പോയിട്ട് അതിനകത്ത് നിന്നും ഒരു പൊതി എടുത്തുകൊണ്ട് വന്നു. അതിനുശേഷം ഇത് എണ്ണി നോക്കണോ? എണ്ണിയൊന്നും നോക്കണ്ട, ഇതിപ്പം രാജപ്പൻ 1,00,000 രൂപ എണ്ണി വെച്ചിരിക്കുന്നതാണെന്നും പറഞ്ഞ് നമ്മുടെ പ്രകാശൻ ആ വാടക കൊലയാളിയുടെ കയ്യിൽ ഈ കാശ് കൊടുത്തു. അവനാണെങ്കിൽ അണ്ണന്മാരെ എനിക്ക് വിശ്വാസമാണ്. പിന്നെ ഈ അണ്ണനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാമല്ലോ. ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ എന്നും പറഞ്ഞ് ഇവൻ പൈസ എടുത്ത് പോക്കറ്റിലേക്ക് വെക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ രാജപ്പൻ പറഞ്ഞു, അതെ, ദേ, ഈ പൈസയൊക്കെ ഇവിടെ വെച്ച് തന്നെ എണ്ണിയിട്ട് പോയിക്കോ. എണ്ണേണ്ട കാര്യമൊന്നും ഇല്ല. ഇപ്പോൾ ഒരു തല അങ്ങ് കൊയ്തതല്ലേ ഉള്ളൂ. നിങ്ങൾ എന്നെ പറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ തട്ടാനും എനിക്ക് വലിയ പേടിയൊന്നും ഇല്ല. അതുകൊണ്ട് എണ്ണേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ രാജപ്പന് നല്ല പേടിയായി. അല്ല, അങ്ങനെയാണെങ്കിലും ആ പൈസ ഒന്ന് എണ്ണി നോക്കിയേക്ക്. ഇനി 500 1000 ഒക്കെ കുറവാണെങ്കിൽ പിന്നെ അതിൻ്റെ പേരിൽ നീ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വരണ്ടല്ലോ. ഇവിടുന്ന് തന്നെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവൻ ആ കാശുമൊക്കെ വാങ്ങിച്ച് വളരെ സന്തോഷത്തിൽ പ്രകാശനും രാജപ്പനും ഒക്കെ ടാറ്റ കൊടുത്ത് പോവുക. ഈ സമയത്താണെങ്കിൽ ഈ സന്തോഷം കൊണ്ട് പ്രകാശന് നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ വീട്ടിൽ അറിയിക്കണമല്ലോ. അപ്പം അണ്ണ എല്ലാം പറഞ്ഞ പോലെ നമ്മൾ വീനസ് എന്ന് പറയുന്ന ആ പൊട്ട ഹോട്ടൽ അങ്ങ് മാറ്റി അതിനു പകരം ജൂപ്പിറ്ററിൽ കാര്യങ്ങൾ നടത്താം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് പ്രകാശൻ രാജപ്പന് ടാറ്റയും കൊടുത്ത് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെല്ലുന്ന സമയത്താണെങ്കിലോ നമ്മുടെ മൂങ്ങാമുത്തശ്ശി കാര്യമായിട്ട് എന്തൊക്കെയോ ഇരുന്ന് തട്ടിക്കൊണ്ടിരിക്കുക. പ്രകാശനെ കണ്ടതും പ്രകാശന്റെ സന്തോഷം കണ്ടതും അമ്മയാണെങ്കിൽ, എടാ പ്രകാശ, എന്താടാ, നിനക്ക് വല്ല ലോട്ടറി അടിച്ചോ? എൻ്റെ അമ്മയെ ലോട്ടറി അടിച്ചു. ഇനി മുതൽ ഈ പ്രകാശൻ കോടീശ്വരനാണ്. ദേ, ഈ പ്രകാശന് ആകെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ആ ലക്ഷ്മി ചെന്നൈയിൽ നിന്ന് വന്നതായിരുന്നല്ലോ. ഇപ്പം അവളുടെ ശല്യം അങ്ങ് ഞാൻ ഒഴിവാക്കി. ഈ അമ്മയുടെ മോൻ്റെ സംസാരമൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ വിക്രം അങ്ങോട്ട് വരിക. വിക്രം ആണെങ്കിലോ, എന്താ അച്ഛാ, അച്ഛന് നല്ല സന്തോഷമുണ്ടല്ലോ, അതും പതിവില്ലാത്തൊരു സന്തോഷം. എന്താ കാര്യം? എടാ മോനെ, ആ ലക്ഷ്മി എന്ന് പറയുന്നവളെ ഞാൻ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാണ്ടാക്കി. എന്താ അച്ഛാ കേൾക്കുന്നത്? അച്ഛാ, അച്ഛൻ തീക്കളിയെങ്ങാനും ആണോ കളിച്ചത്? എടാ ഇല്ലട മോനെ, ദേ, ഇരു ചെവി അറിയാതെ ലക്ഷ്മിയുടെ കഥ തീർത്തിട്ട് ഒരു ഗുണ്ട അവൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോയിരിക്കുകയാണ്. എന്തായാലും ഇതിൻ്റെ പേരിൽ ഒരു കേസന്വേഷണവും കാര്യങ്ങളും ഒന്നും വരില്ല. അവളുടെ ബോഡി ആരും കാണാത്ത രീതിയിലാണ് അയാൾ മറവ് ചെയ്തിരിക്കുന്നത്. മൂങ്ങയ്ക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പേടിയായി. എൻ്റെ പൊന്നു മോനെ പ്രകാശ, എടാ, ആരെങ്കിലും ഇനി ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു കേസ് കൊടുത്താൽ നീ ജയിലിൽ പോവോ? അവസാനം ഞാൻ നിന്നെ ജയിലിൽ വന്ന് കാണേണ്ടി വരുമോ? അമ്മ എന്തിനമ്മ പേടിക്കുന്നത്? ഞാൻ അങ്ങനെ ജയിലിൽ പോകാനാണെങ്കിൽ ലക്ഷ്മി ജീവിച്ചിരിക്കുന്ന സമയത്തേ ഞാൻ ജയിലിൽ പോവുള്ളൂ. എന്തായാലും ഇനിയിപ്പം ആ ഭയം ഇല്ലല്ലോ.
ഇനി എനിക്ക് സമാധാനത്തോടു കൂടി ഇരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ വിക്രമാദിത്യനാണെങ്കിലും അച്ഛൻ ഇപ്പൊ ഇങ്ങനെ ഒരു പണി ചെയ്തില്ലായിരുന്നെങ്കിൽ ആ സ്ത്രീയെ കൊല്ലുന്നത് ഞാനായിരിക്കും. ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ചില പദ്ധതികളൊക്കെ തയ്യാറാക്കിയായിരുന്നു. അപ്പം ഇവന്റെ ഈ ഗുണ്ടായുസവും കാര്യങ്ങളും ഇവരുടെ ഈ ഒരു സംസാരമൊക്കെ കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് നമ്മുടെ കാർത്തിക എത്തുകയാണ്. കാർത്തികയെ കണ്ട പാടെ തന്നെ പ്രകാശനാണെങ്കിൽ മോളെ ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ അച്ഛാ, എന്താ സന്തോഷം? അപ്പൊ കാർത്തിക ഒന്നും അറിയാത്തതുപോലെ പ്രകാശന്റെ മുന്നിൽ ചെന്നിട്ട് പൊട്ടം കളിച്ച് നിൽക്കുക. പ്രകാശൻ പറഞ്ഞു, അതെ, ഞാന് ആ ലക്ഷ്മി എന്ന് പറയുന്നവളുടെ ശല്യം എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു. അച്ഛനെങ്ങാനും അവരെ കൊന്നോ? ആ, അങ്ങനെ പറഞ്ഞാലും തെറ്റില്ല. എന്തായാലും അച്ഛൻ്റെ ജീവിതം തകർക്കാൻ നോക്കിയ ആ സ്ത്രീ മരിക്കുന്നത് തന്നെ അച്ഛൻ നല്ലത്. അപ്പം ഈ കാർത്തിക കൂടി സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പ്രകാശിന് വലിയ സന്തോഷമായി. അതാണ് മോളെ വേണ്ടത്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോൾ വളരെ സങ്കടത്തോടു കൂടി ഇരിക്കുന്ന നമ്മുടെ രൂപയെ കാണിക്കുക. ശാരിയെ കാണിക്കുകയാണ്. ശാരിയുടെ അടുത്തേക്ക് നമ്മുടെ സരയു വന്നു. അമ്മയ്ക്ക് ശരിക്കും എന്തിൻ്റെ കേടായിരുന്നു? അമ്മ എന്തൊക്കെയാ അമ്മ കാണിച്ചു കൂട്ടുന്നത്? അച്ഛൻ്റെ തലമണ്ട അടിച്ച് പൊട്ടിച്ചതും പോരാഞ്ഞിട്ട് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ അമ്മ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്? അമ്മയോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? ഇതൊക്കെ കണ്ട് അയലത്തുള്ള ആൾക്കാർ മുഴുവനും സന്തോഷത്തോടു കൂടി ഇരിക്കുമായിരിക്കും. മോളെ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അമ്മ പറയുന്ന കാര്യങ്ങൾ മോള് വിശ്വസിക്കില്ലേ എന്ന് സരയുവിനോട് ശാരി ചോദിച്ചു. ഞാൻ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും. എൻ്റെ കുഞ്ഞിൻ്റെ 28 കെട്ടാണ്. അതിന് മുന്നത്തെ ദിവസമാണ് കിരണിൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വരുന്നത്. അതുകൊണ്ട് അവിടെ ബർത്ത്ഡേ നടക്കുന്ന ദിവസം എൻ്റെ വീട്ടിൽ 28 കെട്ടിൻ്റെ ചടങ്ങുകൾ നടക്കണം. ആ കാര്യങ്ങൾ ശാരിയാണെങ്കിലും മോളെ, അതിന് കുഞ്ഞിന് അന്നത്തെ ദിവസം 27 ദിവസമല്ലേ ആകുള്ളൂ. അതിനെന്താ 27 ആണെങ്കിൽ അതങ്ങോട്ട് 28 ആക്കണം. അത്രയേ ഉള്ളൂ പ്രശ്നം. അമ്മ വലിയ വർത്തമാനമൊന്നും പറയണ്ട. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ ഈ സ്വഭാവമൊക്കെ സഹിച്ച് എൻ്റെ ഭർത്താവ് ഇവിടെ ജീവിക്കുന്ന കാര്യം അതുകൂടി അമ്മ ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. ഭർത്താവെന്ന് പറഞ്ഞതും ശാരിക്ക് ഉള്ള കലി അങ്ങ് കൂടി. ശാരി ദേഷ്യത്തോടു കൂടി അങ്ങനെ എഴുന്നേറ്റ് സരയുവിനെ നോക്കുന്ന സമയത്ത്, അമ്മ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അമ്മ എത്രയും പെട്ടെന്ന് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഉണ്ടല്ലോ, അമ്മയ്ക്ക് അച്ഛനെക്കാട്ടിലും വലിയ വട്ടായിരിക്കും. എടി, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശാരി സരയുടെ നേരെ ദേഷ്യപ്പെടുക. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് കാർത്തികയും കിരണും ഒക്കെ കൂടി ചേർന്ന് നമ്മുടെ ലക്ഷ്മി അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ഹോട്ടലിലേക്ക് പോരുകയാണ്. ലക്ഷ്മി അമ്മയുടെ അടുത്ത് ചെന്നതും ഇവരെല്ലാവരും കൂടി വളരെ സന്തോഷത്തോടു കൂടി ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക. അപ്പം അമ്മ മരിച്ചുപോയെന്നാണ് ആ പൊട്ടം വിചാരിച്ച് വെച്ചിരിക്കുന്നത്. എന്തായാലും അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു സത്യം അവൻ അറിഞ്ഞു കഴിയുമ്പോൾ അവൻ തകരും. എന്തായാലും അമ്മ കോടതിയിലെത്തില്ല എന്നൊക്കെ വിശ്വസിച്ച് അവൻ അന്ന് വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കും കോടതിയിലെത്തുക. അന്ന് അമ്മ വന്ന് അവനെതിരെ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രകാശം തീർന്നമ്മ. അയാൾക്ക് ഈ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷയായിരിക്കും ഇനി കിട്ടാൻ പോകുന്നത്. ഇനി അത്തരത്തിലുള്ള ഒരു ട്വിസ്റ്റ് ആയിരിക്കും സംഭവിക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. വൈകുന്നേരം നമ്മൾ പ്രൊമോ ഇടുന്നതായിരിക്കും. അപ്പം ഓക്കെ, താങ്ക് യു.